നോമ്പ് നോൽക്കണമെന്നറിയാം, നോൽക്കാത്തരത്ര മുസ്ലിം നാമധാരികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ പുണ്യ റമളാന്റെ പവിത്രമായ രാപ്പകലുകളിൽ ഇബാദത്തുകളിലേക്ക് വരാതെ ഈ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് വികൃതമാക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുഹൃത്തുക്കളെ, സത്യനിഷേധികൾ എന്ന് പറയുമ്പോ നമ്മുടെ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. അള്ളാഹുവിനെ മനസ്സിലാക്കി, മുത്തറസൂലിനെ മനസ്സിലാക്കി, ഖുർആൻ മനസ്സിലാക്കി, ജീവിതം ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിക്കുന്നവരാണ് സത്യനിഷേധികൾ. ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണം. അല്ലാഹു പറയുന്നു, സത്യനിഷേധി, നിനക്ക് നരകമാണുള്ളത്, നിനക്ക് നരകമാണുള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, മരണമെന്ന് വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിനക്ക് മരിക്കാമായിരുന്നു. നരകത്ത് കത്തിയ മരിച്ചോലോ പ്രിയപ്പെട്ടവരെ, റൂഹൻ പിരിയൂല അല്ലേ? റൂഹ് ശരീരത്തിക്ക് നമ്മള് കബർക്കെത്തുന്നതോടുകൂടി, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ഏറ്റെടുത്ത റൂഹ് കബറിലെത്തുന്നതോടുകൂടി തിരിച്ചു തരും. 4 മാസത്തിൽ റൂഹിനോടുകൂടി നമ്മൾ റൂഹ് ചൈതന്യമുള്ളവരായിത്തീരും. പിന്നെ നമ്മളെ റൂഹ് പിരിയും അല്ലേ? മലക്ക് വന്ന് നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോയി ഇല്ലിയിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തെ സിജ്ജിയിലേക്കോ നമ്മുടെ റൂഹിനെ കൊണ്ടുപോകും. പിന്നെ ഖബറിലേക്ക് നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും കൊണ്ടുപോയി വെക്കുന്നതോടുകൂടി സുഹൃത്തെ ആ റൂഹ് ശരീരത്തിലേക്ക് തിരികെ വരികയാണ്. ശരീരത്തിൽ റൂഹ് ഉണ്ടാകുമ്പോഴല്ലേ വേദന അനുഭവിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, പിന്നീട് മരിക്കൂല. നരകത്തിലാണോ ഞാനും നിങ്ങളും എത്തുന്നെങ്കിൽ മരണമെന്നൊന്നില്ല. അള്ളയല്ലേ പറയുന്നത്, ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, മരണമൊന്ന് വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മരിക്കാമായിരുന്നു. വേദന അറിയാമായിരുന്നില്ലല്ലോ, വേദന അറിയണ്ടല്ലോ. ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, ഇത് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല, അള്ളാന്റെ ഖുർആനിലെ വാക്കുകളല്ലേ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബിന്റെ വാക്കല്ലേ. സത്യനിഷേധി, നിനക്ക് നരകമാണുള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, മരണം വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മരിക്കാമായിരുന്നു. നരകത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ ആഗ്രഹം എന്താ, അന്ത്യാഭിലാഷം എന്താ? ഒന്ന് മരിപ്പിക്കുമോ എന്ന് ചോദിക്കലാണ്. അങ്ങനത്തെ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നരകത്തിൽ പ്രയാസപ്പെടുന്നവനെ സ്വർഗം ഓന് വേണ്ട, ഒരു വിഷമോ ഓന് ആകോന്റെ ആഗ്രഹം എന്താ? ഒന്ന് മരിപ്പിക്കോന്നാണ്. മാലിക് എന്ന മലക്കിനോട് സത്യനിഷേധിയായ മനുഷ്യൻ നരകത്തിൽ എരിപൊടി കൊള്ളുന്ന സമയത്ത് വിളിച്ചു ചോദിക്കുന്നു, യാ മാലിക്, യാ നാദു, യാ മാലികു ലിയഖ്ളി അലൈനാ റബ്ബുക, എന്നെ മരിപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടുമോ? ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യൻ ആഗ്രഹം, അവസാനത്തോന്റെ ആഗ്രഹം ഒന്ന് ജീവൻ പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്താ വഴി? ആരെങ്കിലും ഇടപെടുമോ? ആരും ഇടപെടൂല. അപ്പൊ നരകത്തിന്റെ പാറാവുകാരന്റെ ലീഡറാരാ? മാലിക് എന്ന മലക്കാണ്. ആ മാലിക് എന്ന മലക്കിനെ വിളിച്ചു ചോദിക്കുന്നു, ഒന്ന് മരിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമോ? ആ സമയത്ത് മാലിക് എന്ന മലക്കിന്റെ ഇടപെടൽ എന്താണെന്നോ, ഇന്നക്കും മാക്കിസൂൻ, മരണമെന്ന് കൊതിക്കേണ്ട കൂട്ടരെ, മരണമില്ലാതെ വേദനയിൽ വിഷമത്തിൽ നീറി മുന്നോട്ട് പോകുന്നൊരു ലോകമാണ് നരകം. ഇത് നമ്മുടെ മനസ്സിൽ നല്ല ഉണ്ടായിക്കോളെ. അല്ലാഹു പറയാ, കദാലിക ജസീ കുല്ല കഫൂർ, സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിച്ചവനെ, റഹ്മാനായ റബ്ബിനെ മറുത്തവനെ, ആവോളം ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ആ റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് സഞ്ചരിച്ചവനെ അനുഭവിക്കടോ, നീ ആസ്വദിക്കടോ, നീ അതിന് അർഹനാണെന്ന് അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. അപ്പോഴും നിൽക്കുന്നില്ല. തൊട്ടടുത്തായിത്തന്നാവും അതില്ലവൻ അലമുറയിട്ടുകൊണ്ടിരിക്കും. അള്ളാഹിന്റെ ഖുർആനിലെ വചനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹ് പറയുന്നു, അവൻ അലമുറയിട്ടുകൊണ്ടിരിക്കും, ആർപ്പുവിളി നടത്തിക്കൊണ്ടിരിക്കും. ആർത്തനാദം അതിൽ നിന്നുയരും. എവിടുന്ന്? നരകത്തിൽ വെച്ച്. ഈ വഹും എന്നോതുമ്പോ ഞാനതിലുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടണം. ഈ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ അതിൽ പെടുമോ എന്ന് ഭയപ്പെട്ടോ? അല്ലാഹ് പറയാ, അവർ അതിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കും, ആർപ്പുവിളി നടത്തിക്കൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മരണത്തിന് ശേഷമുള്ള കരച്ചിൽ കേൾക്കാൻ അല്ലാഹ് ഒരുക്കമല്ല. മരണത്തോടെ നമ്മൾ കരയും, ആർപ്പുവിളി നടത്തും, നീട്ടിത്തരുമോ എന്ന് ചോദിക്കും, ദുനിയാവിലേക്കൊന്ന് തിരികെ വിടുമോ എന്ന് ചോദിക്കും. അതൊന്നും കേൾക്കാൻ സുഹൃത്തെ കരുണാമയനായ റബ്ബ് ഒരുക്കമല്ല. ഇപ്പൊ ഒന്ന് കരഞ്ഞു നോക്കാൻ അല്ലാഹ് കേൾക്കും. ഇപ്പൊ കരയണവൻ അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. മരണത്തിന് ശേഷമുള്ള കരച്ചിൽ കേൾക്കൂല. അത് നല്ല മനസ്സിലായിക്കോ. ഇപ്പൊ നിങ്ങൾ കരഞ്ഞു നോക്കാണീ, ആ കണ്ണീരിന് വിലയുണ്ട്.
പരലോകത്തെപ്പറ്റി ഓർത്തുകൊണ്ടൊരു സഹോദരൻ കരഞ്ഞാൽ, അവന്റെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് കണ്ണുനീർ വീണാൽ അവൻ നരകത്തിൽ പോകേണ്ടി വരില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ ആയുഷ്കാലത്തിനിടയ്ക്ക് എത്ര കരയാൻ പറ്റിയിട്ടുണ്ട്? എത്ര നമ്മുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്? കരഞ്ഞ കണ്ണുകളാണോ നമ്മുടെ കണ്ണുകൾ എന്ന് ആലോചിക്കണം. പോയി കിടക്കാനുള്ള നരകത്തെ പറ്റി ഓർത്ത്, ഹിസാബിനെ പറ്റി ഓർത്ത്, സിട്ടാവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഉത്തരം പറയുന്നതിനെ പറ്റി ഓർത്തുകൊണ്ട് വിടറാൻ, വേദനിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി പറയാ, വറജുൻ സക്കറല്ലാഹ ഖാലിയ ഫഫാലത് ഐനാ, 7 കൂട്ടർക്കുള്ള സിംഹാസനത്തിന്റെ തണൽ നൽകുമെന്നാണ്. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. 7 കൂട്ടർക്കുള്ള സിംഹാസനത്തിന്റെ തണൽ. റസൂലുള്ളാഹി പറയാ, 7-ൽ 1 ഒരു മനുഷ്യൻ അള്ളാഹ് ഒറ്റക്കിരുന്നവൻ ഓർക്കുന്നു. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിക്ക, പോയി കിടക്കാനുള്ള കബറിനെ പറ്റി, വിചാരണയെ പറ്റി, വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോ സുഹൃത്തെ, അവന്റെ മനസ്സിന്റെ വേദന അതാ കണ്ണുനീരായി ഇറ്റിറ്റായി വീഴുകയാണ്. ആടിയനുള്ള സിംഹാസനത്തിന്റെ തണൽ നൽകുമെന്നാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യലിജുന്നാർ റജുലുൻ, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല, മൻ ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവർ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പ് നോറ്റുകൊണ്ട് നസീഹത്തുകൾ കേൾക്കാൻ ആഗ്രഹത്തോടെ ഈ മജ്‌ലിസ് കടന്നു വന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കൂട്ടത്തിൽ പെടണം. അല്ലാതെ മരിച്ചതിന് ശേഷം കരഞ്ഞിട്ട് കാര്യമില്ല, മരണം വരുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. അത് തിരിച്ചു നോക്കൂല. അതാണ് അതിൽ അവർ അലമുറയിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? റബ്ബനാ അഖ്രിജ്നാ, അല്ലാഹ് ഇതിൽ നിന്നും എന്നെ പുറത്താക്കണം. റബ്ബിനോട് പറയാണേ, ഒന്ന് പുറത്താക്കണം എന്നെ. എന്നിട്ട് എന്താ റബ്ബിനോട് പറയണത്? നഅമൽ സ്വാലിഹാ, സുകൃതങ്ങൾ ചെയ്തു കൊള്ളാം, ചിട്ടയോടെ ജീവിച്ചു കൊള്ളാം, ഖുർആൻ പാരായണം ചെയ്തു കൊള്ളാം, അള്ളാഹ് നീ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ കേട്ടോ ഈ വാക്കുകൾ. നരകത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യൻ ആർപ്പുവിളി നടത്തി അട്ടഹാസത്തോടുകൂടി പറയുകയാണ്, റബ്ബനാ അഖ്രിജ്നാ, ഇതിൽ നിന്ന് എന്നെ റബ്ബേ ഒന്ന് പുറത്താക്കണം. നഅമൽ സ്വാലിഹാ, സുകൃതങ്ങൾ ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നേ വരെ ചെയ്യാത്ത സകല നന്മകളും ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൊള്ളാം. ആ സമയത്ത് അല്ലാഹ് പറയുന്ന വാക്കെന്താണെന്നോ? അവലൻ നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഈ ആയത്ത് നിങ്ങളൊന്ന് ഓതി നോക്കണം. ഈ ആയത്ത് നിങ്ങൾ നാളെ സുബഹിക്ക് ഖുർആൻ ഓതുമ്പോ ഒന്ന് അടിവരയിടണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ചോദിക്കാൻ കായിസ് നൽകിയില്ലടോ, നിനക്ക് സമയം നൽകിയില്ലേ? എത്ര അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു, എത്ര നസീഹത്തിന്റെ മജ്‌ലിസുകൾ നീ എത്തിപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ആയിരക്കണക്കിന് വാക്കുകൾ നീ കേട്ടിട്ടും അള്ളാഹു ചോദിക്കാൻ നീ ശ്രദ്ധിച്ചില്ലല്ലോ. അവലന്നു അമ്മിറുക്കും മാ യതദക്കറു ഫീ മൻ തദക്കറ, ആലോചിക്കാൻ മാത്രം ചാൻസുകൾ നിന്റെ ജീവിതത്തിൽ വന്നില്ലേ? എന്തായാലും മറുപടി പറയാൻ ഈ ഇരിക്കണങ്ങൾ ആലോചിക്കുക. എത്ര റമളാൻ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. 10-30 റമളാൻ ഞാൻ പറയട്ടെ, ഇരിക്കണ പല ആളുകളെ പറ്റി എനിക്കറിയാം. ഒരു 10-25 റമളാനെങ്കിലും തന്റെ ഇടത്തോടെ നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഒരു 10-15 വയസ്സ് വരെയൊക്കെ ശ്രദ്ധയില്ലാത്ത റമളാന്റെ കാലാണ്. ഈ ഇരിക്കുന്നതിൽ ഒട്ടുമിക്ക ആളുകൾക്ക് ഒരു 15-20 കൊല്ലത്തെ റമളാനെങ്കിലും അതിന്റെ ഈമാനികമായ മാധുര്യത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെയുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കണം, അവൽ കണക്ക് ആയുസ് ഒന്നില്ലടോ, ചാൻസ് ഒന്നില്ലേ? എന്താ പറയാൻ പറ്റുക? മുന്നറിയിപ്പുകാർ വന്നില്ലേ? ക്ലാസ് കേട്ടില്ലേ? ഖുത്ബ കേട്ടില്ലേ? ഖുർആൻ ക്ലാസ് കേട്ടില്ലേ? വജാഅക്കും നദീർ, മുന്നറിയിപ്പുകാരൻ നിന്റെ സമീപത്ത് വന്നിരുന്നുവല്ലോ. അതുകൊണ്ട് ഫദൂഖു, ആസ്വദിക്കടോ നീ, അനുഭവിക്കടോ നീ. മരണം നിനക്കില്ല, നിനക്ക് വേദനയുടെ വർധനവ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. നരകത്തിലെ അവസ്ഥയെ സുഹൃത്തുക്കളെ ഇങ്ങോട്ട് കുറയല്ല, ഇങ്ങനെ ഗ്രാഫ് വർദ്ധിക്കുക ചെയ്യാം. ആസ്വദിച്ചേക്കണേ. അല്ലാഹു പറയാ, ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബാ, ശിക്ഷയിൽ ലഘൂകരണം നീ പ്രതീക്ഷിക്കണ്ട. മുന്നറിയിപ്പുകാർ വന്നു, അവസരങ്ങൾ തന്നു, ചാൻസുകൾ തന്നു, നീ ശ്രദ്ധിച്ചില്ല, അനുഭവിച്ചേ പറ്റൂ. വമാലിദ്ദാലിമീന, അക്രമകാരികളെ നിങ്ങൾക്ക് ഇന്നൊരു സഹായിയുമില്ല, ഒരാളും കൈപിടിക്കാനില്ല, കൂട്ടിനില്ല, ഒരു റെക്കമെൻഡുകാരില്ല. അങ്ങനത്തെ ഒരു ലോകത്തെ പറ്റി മനസ്സ് കണ്ടോക്കാണി. പേടിപ്പെടുത്താൻ പറയാനോ അല്ല, ഇത് വസ്തുതയാണ്. ഈ ലോകത്തിന് നാഥനുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിന് പിന്നിൽ കഴിവുറ്റ നാഥന്റെ കൃത്യമായ ഇടപെടലുണ്ടെങ്കിൽ, എന്തിനു സുഹൃത്തുക്കളെ, ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ബോധ്യപ്പെടാൻ ഖുർആനെ പറ്റി ചിന്തിച്ച് ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ.
അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ഗൗരവമായി തീരുന്നത്. ഈ നരകം നമുക്ക് വേണ്ട. വേണോ? വേണ്ട. ഒരു സെക്കൻഡ് പോലും ആ നരകത്തിൽ എത്തിപ്പെടാൻ വിശ്വാസികളെ നമുക്ക് ഇടവരരുത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമാ. നരകാഗ്നിയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ രക്ഷിക്കണേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ, മനസ്സുരുകി പ്രാർത്ഥിച്ചോ, കരളുരുകി പ്രാർത്ഥിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിന് രക്ഷപ്പെട്ട് നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ ഇടം കിട്ടാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മളെ വിഷയം. ഒരു ദിവസത്തെ റമളാന്റെ ദിവസം എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്ന് അത് വേഗത്തിലാണ് ഇങ്ങനെ ഓടിച്ചു പറയും. എപ്പോഴാ സമയം തുടങ്ങുന്നത്? നോമ്പിന്റെ സമയം തുടങ്ങുക അത്താഴം മുതലാണല്ലേ. ഒരു ദിവസത്തിന് തുടക്കം അത്താഴം മുതല. അത്താഴം ഒരു വിശ്വാസിക്ക് അനുഗ്രഹമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വലിയൊരു സൗഭാഗ്യമുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വതആല യൻസിലു റബ്ബുനാ തബാറക വതആല كل ليلة إلى سماء الدنيا حين يبقى ثلث الليل الآخر. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്താഴത്തിന് നിൽക്കുമ്പോ ആകാശലോകത്തിന് സമീപസ്ഥമായ ആകാശത്തേക്ക് റബ്ബ് ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്ന അനർഘ നിമിഷമാണ്. വല്ലാത്തൊരവസ്ഥയാണ് അത്താഴ സമയം. സുലുസുല്ലയില്ല നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത്. ആ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുഗ്രഹീതമായ സമയം. എന്ത് പ്രശ്നമുണ്ടോ പരിഹരിക്കപ്പെടുന്ന സമയമാണ്. എന്ത് വേദനയുണ്ടോ പറയാൻ പറ്റുന്ന സമയമാണ്. എന്ത് റബ്ബിനോട് ചോദിക്കാമോ ചോദിക്കാൻ പറ്റുന്ന സമയമാണ്. വല്ലാത്തൊരു സമയമാണ് സുഹൃത്തുക്കളെ. നമ്മൾ നോമ്പിന് മാത്രമല്ല അത്താഴത്തിന് എഴുന്നേൽക്കുന്നത്. ഇരിക്കണം ഞാനും നിങ്ങളും എല്ലാ ദിവസവും അത്താഴത്തിന്റെ സമയത്ത് എണീക്കുന്നവരാ. സുബഹിയുടെ 3.25 മണിക്കൂറും എണീക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? എണീക്കുന്നവരാണ് നമ്മൾ. എന്നും നമ്മൾ ഉണരും. എന്തേ? ഫിത്ർ നമസ്കരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല. തഹജ്ജുദ് നമസ്കരിക്കാത്തവരില്ല. ഖിയാമുൽ ലൈൽ നമസ്കരിക്കാത്തവരില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. ആ ഭയപ്പാട് നമ്മെ ഉണർത്തും. കടന്നുറങ്ങുന്ന കിടക്കയിൽ നുണരും. ഈ എനിക്ക് ശാശ്വതമല്ല. ഈ വീട് എനിക്ക് ശാശ്വതമല്ല. ഈ സുഖ സൗകര്യങ്ങൾ എനിക്ക് ശാശ്വതമല്ല. എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ പോണം. അറിയാതൊരു സ്പ്രിംഗ് ആക്ഷൻ പോലെ ഇങ്ങനെ ഉണരുന്നവരാ ഞാനും നിങ്ങളും. അപ്പൊ നല്ല മുതലായിക്കൊള്ളി. നോമ്പിന്റെ തുടക്കമാകുന്ന അത്താഴം മുതൽ തന്നെ റബ്ബിനോട് നല്ല അടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം. അള്ള പറയാണ്, എന്നോട് ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അള്ള ചോദിക്കും, ആരെന്നോട് ചോദിച്ചു ഞാൻ ഉത്തരം കൊടുക്കാം എന്ന് ചോദിച്ചാരെങ്കിലും. അപ്പൊ നമ്മളെ തറാവി കഴിഞ്ഞിക്കൂല്ലേ? വിത്തറോടുകൂടി നമ്മൾ നിസ്കരിച്ച് ഇശയോട് വിശാഖ ശേഷം 8-3 പൂർത്തിയാക്കിയിരിക്കോ? ഓക്കെ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുത്തിരണ്ടാക്കാൻ നിസ്കരിച്ചോളും. റമളാൻ നമ്മൾ തറാവിയോടുകൂടി പൂർത്തിയാക്കൽ തന്നെയാണ്. നമ്മൾ തറാവിന് പോയാൽ 8-3 കംപ്ലീറ്റ് ആക്കലിന് ഏറ്റവും ഹയർ. പിന്നെ ആ സമയത്ത് നീറ്റാൽ ആ അത്താഴത്തിന്റെ ബർക്കത്താണ്. അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചോളും. അല്ലെങ്കിൽ പായിൽ എഴുന്നേൽക്കുന്ന സമയത്ത് റബ്ബിനോട് പ്രാർത്ഥിച്ചോ. സുഹൃത്തെ, പായിൽ എഴുന്നേറ്റ് നമ്മുടെ കിടക്കയിൽ എഴുന്നേറ്റിരിക്കുമ്പോ ഒരു തുടക്കല്ലേ അത്. അപ്പോ അള്ളാന്റെ ഒരു സുന്നത്ത് കടന്നുറങ്ങണോടത്ത് ഇങ്ങനെ എണീറ്റ് അൽഹംദുലില്ലാഹി ലദീ അഹ്യാന ചെല്ലാത്തവരുണ്ടെന്ന്. അൽഹംദുലില്ലാഹി ലദീ അഹ്യാന ചെല്ലാത്തവരുണ്ടോ? കാര്യപ്പെട്ടൊക്കെ നമ്മൾ മറക്കും അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പോഴും ബിസ്മി അല്ലാത്ത ആളുകളുണ്ട്. നിസാഖ് എഞ്ചിനീയറെ, ഇപ്പോഴും ബിസ്മി എല്ലാം മറക്കണവരുണ്ട്. പ്രധാനപ്പെട്ടതൊക്കെ മറക്കും അല്ലെ? പിന്നെ നമുക്ക് ഓർമ്മ വരും എപ്പോഴാണ്? ഏകദേശം ഇങ്ങനെ മറക്കും. ബിസ്മില്ലാ അവലു ആഖിറു എന്നുള്ള ഓപ്ഷനിലുണ്ട്, കുഴപ്പമില്ല അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്നോ, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് ചൊല്ലിയോ എന്ന് ആലോചിക്കും. എന്നിട്ട് റസൂലുള്ളാഹി വായിൽ ഇങ്ങനെ എണീറ്റാലേ ഒരായത്ത് ഓതുമായിരുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വല്ലാത്തൊരായത്താണ് എന്റെ മുഅ്മിനീങ്ങളെ. ആകാശലോകങ്ങൾ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോ ആകാശം സത്യമാണ്, സൂര്യൻ സത്യമാണ്, സംവിധാനങ്ങളൊക്കെ സത്യമാണ്. എങ്കിൽ അല്ലാഹ് നീ പറയുന്ന നരകവും സത്യമാണ്. ഫഖിനാദാവന്നാർ, എന്നെ നരകാഗ്നി രക്ഷപ്പെടുത്തണേ എന്ന് ഹബീബായ പ്രവാചകൻ തിരുമേനി പായിൽ എഴുന്നേറ്റ് ഉണർന്നെണീറ്റ് അനുഭവിച്ചില്ലായിരുന്നു. ഒരു ഹദീസിൽ കാണാൻ പറ്റുന്ന ചെല്ലാൻ ശ്രമിച്ചോളിയും ഒക്കെ കൂലിയാണ്. പിന്നെ ഒരു അല്പസമയം പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോളിയും. അല്ലാഹ് പറയാം, ആരിനോട് ചോദിക്കാൻ ഞാൻ കൊടുക്കുന്ന.
എന്തൊക്കെ ചോദിക്കാണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആരോഗ്യം ചോദിക്കണ്ടേ, നമ്മുടെ ഹിദായത്ത് ചോദിക്കണ്ടേ, നമ്മുടെ മക്കളെ വിഷയം പറയണ്ടേ, ഈമാനോടുകൂടി മരിക്കാൻ അവസരത്തിന് വേണ്ടി ദുആ ചെയ്യണ്ടേ, സുഹൃതങ്ങൾ ചെയ്യാൻ ചാൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. ആരെന്നോട് ചോദിക്കുന്നുവോ ഞാൻ ഉത്തരം തരും, ആരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നുവോ ഞാൻ ഇസ്തിഗ്ഫാർ നൽകും. വല്ലാത്തൊരു വാക്കാണ്. അള്ള സമീപസ്ഥമായ ആകാശത്തേക്ക് ഇറങ്ങി വന്നിരിക്കുക. 2 സന്ദർഭമാണ്. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് അറഫയിൽ ഇറങ്ങുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി. അപ്പൊ നിങ്ങള് അല്ലേ റമദാൻ അല്ലാത്ത സമയത്ത് വിത്റും തഹജ്ജുദും നിസ്കരിക്കാൻ വേണ്ടി ആണും പെണ്ണും വാപ്പിയും ഇങ്ങനെ എണീക്കുമ്പോ ഒരു ഭാഗ്യോടിയും കിട്ടാണ്ട് എന്താണെന്നോ, 2 ആളും നിസ്കരിക്കുമ്പോ അള്ള മലക്കോട് പറയും, 2 ആളി സ്വർഗം കിട്ടുന്നവരുടെ 10 ഗുണ സൂറത്ത് അഹ്സാബിൽ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി അല്ല മലക്കോട് ആവശ്യപ്പെടുമെന്ന്. അല്ല മലക്കോട് ആവശ്യപ്പെടുക. ആരെ? തഹജ്ജുദും വിത്രൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്ന കാണുമ്പോ അള്ള മലക്കോട് പറയും, 2 ആള് സാക്കിരീൻ അല്ലാഹ കസീറും വസാക്കിറ രേഖപ്പെടുത്താൻ പറയുന്നു. ആ ഭാഗ്യമൊക്കെ കിട്ടണം നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അത്താഴം കഴിഞ്ഞ് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കാം, അല്ലേ? കാര്യങ്ങൾക്കും ചോദിക്കാം. ഉത്തരം തരാമെന്ന് പറയുന്ന അനർഘ നിമിഷമല്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ അത്താഴം മുതൽ റാഹത്താകണം, അത്താഴം കഴിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. മലക്കുകളുടെ പ്രാർത്ഥന അത്താഴം കഴിക്കുന്നവർക്കുണ്ട്. ഒരിറക്ക് വെള്ളെങ്കിലും അപ്പിണീറ്റ് കൊണ്ട് കുടിക്കണം. ചില ആളുകളൊക്കെ കിടക്കണ സമയത്ത് തന്നെ ഫുഡ് ഉറപ്പിച്ചിട്ടാണ് കിടക്കുക. അത് പാടില്ല, ബറക്കത്താണ്. ഇവിടെ നേരത്തെ ഷഫീഖ് സുലൈ സംസാരിച്ചല്ലോ, അഹ്ലുൽ കിതാബ് നമ്മളുടെ നോമ്പിന്റെ വ്യത്യാസം അക്കലത്ത് സെഹറാണ്, അത്താഴം കഴിക്കല. പിന്നെ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ കുറച്ച് ഖുർആനോദനം, റസൂൽ, ഈ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോയ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ് തറാവി കഴിഞ്ഞ് പെരീക്കെത്തുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്തൊരു നോമ്പാക്കണം. ചിട്ടയോടെ കാര്യങ്ങളെ കാണണം. ഈ ഇരിക്കണം നിങ്ങളല്ല, നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. കുട്ടികള് നിങ്ങൾ ഉണരുമ്പോ നിങ്ങളെ മക്കളെ ഉണർത്തണം. എന്നിട്ട് അവര് നിങ്ങളെ കൂടെ ഭൂമത്തിരുന്ന് ഖുർആൻ ഓതട്ടെ, അതുക്കാറ് ചെല്ലട്ടെ. എന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകണം എന്ന് വിചാരിക്കുമെങ്കിൽ അല്ലേ? ചില കുട്ടികളുടെ ഫുഡാണ് എത്തിയ വേയാണ് കിടന്നു തുടങ്ങും, പിന്നെ സുബഹി ഉണ്ടാവില്ല. ഈ വലിയ വലിയ മനുഷ്യന്മാരെങ്ങനെയാ തച്ചു കൊണ്ടുപോകാൻ പറ്റുക, ഇല്ലേ? കൊണ്ടുപോകണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ, നമ്മൾ അന്നം കൊടുക്കും, നമ്മൾ ഭക്ഷണം കൊടുക്കും, നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ സുബഹിക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞെന്താണെന്നോ, അത്താഴം കഴിഞ്ഞാൽ കുറച്ച് ഖുർആൻ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, 4ാമത്തെ നോമ്പാണിത്. എത്ര ജുസു ഖുർആൻ ഓതി? ഒരു തവണയെങ്കിലും പ്രിയപ്പെട്ടവരെ ഖുർആൻ ആദ്യാവസാനം ഈ പുണ്യർമ്മനാൽ ഓതി തീർക്കുമെന്ന് ശപഥം ചെയ്തോ? ഒറ്റ തവണയെങ്കിലും. എത്രയോ തവണ ചെല്ലുന്ന ആള് ഒറ്റ തവണയെങ്കിലും ഒരു ജുസ് ഒരു ദിവസം ഓതിയാൽ മതി. അപ്പൊ 4 ജുസ് പൂർത്തിയാക്കിയ ആളൊന്ന് കൈപൊക്കി കാണി. 4 ജുസ് പൂർത്തിയാക്കിയ ആളുകളൊന്ന് കൈപൊക്കി കാണി. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. അപ്പൊ 4ന്റെ മേലുള്ളവര് കൈപൊക്കിയിട്ടില്ല അല്ലേ? അൽഹംദുലില്ലാ. അതുകൊണ്ട് തുടരണം. ഒരു ദിവസം സുബഹിക്ക് ഓതിക്കോ, നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഓതിക്കോ, ലഹറിന്റെ സമയത്ത് ഓതിക്കോ, എല്ലാ ദിവസവും എല്ലാ വക്തും കുറെ ചോദ്യം മതി. ഇതൊക്കെ എന്താണെന്ന് സുഹൃത്തുക്കളെ, മനസ്സുണ്ടോ കാര്യങ്ങൾ നടക്കും. മുത്തറസൂൽ അത്താഴം കഴിച്ചാൽ മുത്തറസൂലിന്റെ സ്വലക്കടിയുള്ള സമയത്ത് കതിര 50 ഒരു 50 തോന്നുന്ന സമയമാണ്. ആ സമയത്തുള്ള ഖുർആനത്തിന് വലിയ പുണ്യാണേ. ഇന്ന ഖുർആനിൽ ഫജ്രി കാന മശ്ഹൂദാ. സുഹൃത്തെ, ആ സമയത്ത് ഖുർആനത്തിന് വലിയ സ്വീകാര്യതയാണ്. എന്നിട്ടോ സുബഹി ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു, ആ സുബഹി ബാങ്കിന് ഇങ്ങനെ ജവാബ് കൊടുക്കുന്നു. സുബഹി ബാങ്കാകുമ്പോഴേക്കുന്ന സുഹൃത്തെ, നമ്മൾ ഭക്ഷണം കഴിച്ച് പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒളിവെടുത്തായിരിക്കണം നമ്മൾ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ പൂമുഖത്തോ ഒന്നിരിക്കേണ്ടത്. ഇങ്ങനെ ഖുർആൻ ഒന്ന് ബാങ്ക് കേൾക്കുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓത്ത് നിർത്തുന്നു. എന്നിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നു. 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു. റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ. ആ 2 റക്അത്ത് സുന്നത്തിലെ ദുനിയാവിലെ ഏതേത് സമ്പാദ്യത്തെക്കാളും വലുതാണ്. ഇന്ന് കിട്ടാത്തവരുണ്ടോ? സുബഹിയുടെ മുമ്പിൽ 2 റക്അത്ത് വീട്ടിൽ നിസ്കരിക്കണം, പെരയിൽ നിസ്കരിക്കണം. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ആ 2 റക്അത്ത് ഒരിക്കലും ഉപേക്ഷ വരുത്തരുത്. ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വസ്തു മനസ്സ് കണ്ടോക്കാണി, അല്ലേ? ഒരു വീട് അല്ലെങ്കിൽ നല്ലൊരു വാഹനം, അതിലേറെ ഉത്തമമാണെന്ന് ആര് പഠിപ്പിക്കുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ മക്കൾ നിസ്കരിക്കണം, നമ്മുടെ ഭാര്യ നമസ്കരിക്കണം, നമ്മുടെ മാതാപിതാക്കൾ നിസ്കരിക്കണം. എന്നിട്ടോ തൊട്ടടുത്ത പള്ളിയിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്നിച്ചു പോകൂ. മക്കൾ നമ്മളെ കൂടെ വരട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് വരട്ടെ. പറ്റാവുന്ന സ്ഥലത്താണെങ്കിൽ ജുമാ ജമാഅത്തിന് പോകാൻ പറ്റുന്ന ഇടങ്ങളുള്ള പള്ളികളാണെങ്കിൽ, സൗകര്യമുള്ള പള്ളികളാണെങ്കിൽ കുടുംബസമേതം ഇങ്ങനെ പോകാം. സ്വർഗത്തിലും ഇങ്ങനെ പോകണ്ടേന്.
അല്ലെ? ഇന്ന് കുടുംബസമേതം ജമാഅത്തിന് പള്ളിയിൽ പോയോ? സുബഹി ജമാഅത്തിന്റെ കൂലി എത്രേ? രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ കൂലിയ. എത്ര ഓഫറാ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി റസൂലുള്ളാഹിലൂടെ. സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയാലേ 27 കൂലി മാത്രമല്ല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന്റെ കൂലി സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോയാലുണ്ട്. മനസ്സല്ല സുബ്ഹ ഫീ ജമാഅ, ആര് സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചോ കന്നമാ ഖാമൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. അപ്പൊ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയ രാത്രി മുന്ന് നിസ്കരിച്ച കൂലിയും കിട്ടി, 27 കൂലിയും കിട്ടി. അന്നത്തെ നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ മാക്സിമത്തിൽ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബൈക്കോലി കേട്ടോ, ആരോഗ്യം ശ്രദ്ധിച്ചോളി. അന്നത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്ന എന്താ? നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം മേലുള്ള ഏറ്റെടുത്തു. അൽഹംദുലില്ലാ, അവൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ കെയറിംഗിലാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ചു, സഹോദരിമാരും നമ്മുടെ കൂടെ വന്നു. ഒരീസങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടുപോയേക്കാണി, പിന്നെ നിങ്ങളെ മുന്നിൽ ഒരുങ്ങും. ചില ആളുകൾ കൊണ്ടുപോയവന്റെ കുടുങ്ങ് വെച്ചിട്ടാണ്, എന്നോളം ഒരുങ്ങിയ കുടുങ്ങ് വെച്ചിട്ടാണ്. അല്ലേ? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകണം, എല്ലാ പെണ്ണുങ്ങളും പള്ളിയിൽ പോകണം. ഇല്ലേ? എന്തുകൊണ്ടാണ് സഹോദരിമാർക്ക് ജുമാ ജമാഅത്തുകൾ ഇളവ് നൽകിയതുപോലെ? ശാരീരിക വസ്തുക്കൾ കൊണ്ടാണ്. ഞങ്ങൾ പ്രവാചക പത്നിമാർ, നമ്മുടെ ഉമ്മമാരായ പ്രവാചകന്റെ ഭാര്യമാർ, നബിയുടെ ഭാര്യമാര് പറയാം, ഞങ്ങള് സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയിരുന്നു, എന്നിട്ടോ ഞങ്ങൾ സുബഹി സംസ്കരിച്ചിട്ട് പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ തിരിച്ചറിയുമായിരുന്നില്ല എന്നാ, ഇരുട്ടായിരുന്നു നീ. അതുകൊണ്ട് പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നാളെ സുബഹിക്ക് നിങ്ങളെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, ഏകദേശം ഒരു 5-10 മിനിറ്റ് ദൂരത്തിലാണെങ്കിൽ നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ആരോടും നിങ്ങളോട് അവിടെ കടന്നുറങ്ങിക്കോ, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാല് സമ്മതിക്കരുത്. നിങ്ങളെ കബർക്ക് നിങ്ങൾ തന്നെ പോകണം. നിങ്ങളെ കബർക്ക് ഇനി മദ്രസ കുട്ടികളൊക്കെ പറഞ്ഞയക്കാണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളിയും. അതല്ല എന്നാ മദ്രസക്ക് പറഞ്ഞേക്കാൻ കുട്ടികൾ എണീക്കുണ്ടാവും, ഓലൊക്കെ കൃത്യമായിരിക്കും. നമ്മളിങ്ങനെ വിശ്വാസം ഉണ്ടാകണം. മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി നമ്മളെ പോകാൻ അനുവദിക്കൂല. അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ചോളി. ആ ചങ്ങായിനെ ഈ റമളാൻ മാസം കെട്ടിട്ട് പോകണം. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ സുബഹി ജമാഅത്ത്. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പേരിലെത്തി. അൽഹംദുലില്ലാ, എന്തൊരു സുന്ദരമായ പ്രഭാതം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹാ, അല്ലാഹ് എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് നൽകണേ എന്ന റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന സാധുക്കളായി എനിക്കും നിങ്ങൾക്ക് ലഭിച്ചു. അൽഹംദുലില്ലാ, റാഹത്തായ ഒരു പ്രഭാതം. എന്നിട്ടോ പ്രഭാതത്തിലെ ദിക്ർ ചെല്ലണം. അദ്കാർ സബാഹും മസാവും അറിയാത്തവ ഈ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കണം, നിർബന്ധമായി പഠിക്കണം. നമ്മൾ ചെല്ലണം, നമ്മുടെ ഭാര്യ ചെല്ലണം, നമ്മുടെ മക്കൾ ചെല്ലണം, നമ്മുടെ മാതാപിതാക്കൾ ചെല്ലണം. അദ്കാർ സബാഹും മസാവും പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സുരക്ഷയാണ്. അത് കറക്റ്റ് ഞാൻ നിങ്ങളും ചെല്ലുണ്ടെങ്കിൽ ഒരു സമാധാനം. വല്ലാത്തൊരു ദിക്റുകളാണ്. ഒരു 10-15 മിനിറ്റ് മതി പ്രിയപ്പെട്ടവരെ ചെല്ലാൻ, പറയേണ്ട ആവശ്യമില്ലോ. അതിൽ ചിലതൊക്കെ എന്താണോ കനപ്പെട്ടതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൻ അലീം. എല്ലാ ആപത്തുകളിൽ നിന്ന് റബ്ബിന്റെ സുരക്ഷയുണ്ടാകും. ഒരു ബഹുമാനായ സഹാദനം പറയണേ, മദ്രസ്കു സ്കൂളൊക്കെ പറഞ്ഞേക്കുന്ന സമയത്തിന്റെ കുട്ടിനെ ഞാൻ ഇത് ചെല്ലിയിട്ടേ പറഞ്ഞേക്കുള്ളൂ. ഒരീസം ചെല്ലാതെ പറഞ്ഞയച്ചു, തട്ടിത്തെറിഞ്ഞ് വീണ് കയ്യും കാലും പൊട്ടിയെന്ന്. മൂപ്പര് അനുഭവം പറയാണ്. മൂപ്പര് കയ്യിൽ അത്ര അള്ളാന്റെ കാവല് നഷ്ടപ്പെട്ടോ എന്നൊരു ഭയപ്പാട്. ഞാൻ അതുകൊണ്ടാന്ന് പറയേണ്ട ആവശ്യമല്ല, ഒരു പരീക്ഷണാണ്. അദ്ദേഹം പറയാ, എന്റെ കുട്ടികളെ ഞാൻ മദ്രസ്ക്ക് പറഞ്ഞേക്കുമ്പോ ഇത് ചെല്ലിയിട്ട്, കാരണം ചെറിയ കുട്ടികളാകും ബിസ്മില്ലാഹില്ലദീ ലാ യളുറു ചെല്ലിപ്പിക്കും, പിന്നീട് പഠിക്കും. സുഹൃത്തുക്കളെ, അദ്കാർ സബാ പ്രഭാതത്തിലെ ദിക്ർ നമ്മൾ ചെല്ലണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം, നിർബന്ധമായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അല്ലേ? അതില് ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ആഫിനി ഫീ ബദനി ആഫിനി ഫീ സമഇ ആഫിനി ഫീ ബസരി. എത്ര കനപ്പെട്ട പ്രാർത്ഥന. അല്ലാഹ് എന്റെ ശരീരത്തിന് നീ ആരോഗ്യ സൗഖ്യം കൊണ്ടാ, എന്റെ കണ്ണിന്, എന്റെ കാതിന്. എത്രമാത്രം ഹൃദ്യമായ പ്രാർത്ഥനയാണത്. എല്ലാം തകിടം മറിയണം. കാരണം എന്താ? കസിലാണ്. നല്ലോണം റബ്ബിനോട് ചോദിക്കാം, പടച്ചോനെ മടിയനാക്കല്ല റബ്ബേ, നീ ഉദാസീന നീ എനിക്ക് നൽകല്ലേ. അദ്കാർ സബാഹ് എല്ലാവരും ചെല്ലണം. അല്ലേ? സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 വട്ടം ചെല്ലണം. മുത്തറസൂൽ നബി അലൈഹി സ്വലാത്ത് ഒരു 10 വട്ടം ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുഹൃത്തേ, ചുരുങ്ങിയതൊരു 10 തവണ ആയത്തുൽ കുർസി തുടങ്ങി ഈ അദ്കാറുകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാണ്. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. അല്ലാഹുവനെ, ഖയ്യൂമായവനെ, നിന്റെ കാരുണ്യം മുന്നിട്ടിക്കൊണ്ട് ഞാൻ ഇതാ ചോദിക്കുന്നു. ആ പ്രാർത്ഥനക്ക് ഇങ്ങ് ചെല്ലിയൊക്കാണ്. അസ്ലിഹിലീശൈനീക്കുല്ല. എന്റെ ഒരു ബഹുമാന സഹോദരൻ ഒരു വലിയ മേജർ ഓപ്പറേഷന് വേണ്ടി അമൃതയിൽ കിടക്കുകയാണ്. ബൈപ്പാസ് സർജറി വേണ്ടി വന്നു.
അങ്ങനെ ബൈപ്പാസ് സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ക്ലിയറായി, ഡോക്ടർ അതിന്റെ പ്രൊസീജിയറുകൾ ആദ്യമേ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മൂപ്പരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ. അതില് ഇയാൾ യാ ഹയ്യ ഖയ്യൂം ഇങ്ങനെ ചെല്ലാണ്. മൂപ്പരെ ചുണ്ടിൽ മുഴുവൻ ഇതാണ്. അതിൽ ഈ പ്രൊസീജിയറെ കഴിഞ്ഞ ശേഷം ഡോക്ടർ ചോദിച്ചു, മുഹമ്മദ് സാഹിബ്, മുഹമ്മദ് എന്ന പേര്, മുഹമ്മദ് സാഹിബ് നിങ്ങൾ ഭയങ്കര ഉഷാറായിരുന്നല്ലോ, ഒരു ഓപ്പറേഷനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും ചെറിയൊരു ബേജാറൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ എന്താ ഭയങ്കര ധൈര്യവാനായിരുന്നല്ലോ, നിങ്ങൾ എന്തിങ്ങനെ ചുണ്ടിങ്ങനെ ചലിച്ചിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, അമൃതയിലാണ് വൈദഗ്ധ്യമുള്ള കുറച്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടക്കുക. അദ്ദേഹം പറഞ്ഞു, നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാരും ഹോസ്പിറ്റലൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ അതിലേറെ വേറൊരാളെ, അതിലും വലിയൊരാളെ ഏൽപ്പിക്കരുത്, അതിലും വലിയൊരാളെ കാര്യം ഏൽപ്പിക്കുക. എന്താ അതിനർത്ഥം? അള്ളാഹിന്റെ എല്ലാ കാര്യവും നീ ശരിയാക്കണം, നീ ഇടപെടണം. കണ്ണിമോട്ടുന്ന സമയം പോലും അല്ലാ എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ല. അതായിരുന്നു എന്റെ ധൈര്യം. അതൊക്കെയാണ് പഠിച്ചു.